നമസ്കാരം. ഇന്ന് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉള്ള ദിവസമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ശ്രീ മോഹൻലാൽ, നമ്മളുടെയൊക്കെ ലാലേട്ടൻ, അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നാഴികക്കല്ല് അദ്ദേഹം പിന്നിടുകയാണ്. അതെ, ഭാരതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി, സിനിമാ ഫീൽഡിൽ കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അത് അദ്ദേഹം നേടിയിരിക്കുകയാണ്. 71ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് അദ്ദേഹം കരസ്ഥമാക്കുന്നത്. ഇതിനു മുൻപ് 2004 അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ് ഇതിനു മുമ്പ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്കും കൂടുതലിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളിലൂടെ നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്താനും അതേപോലെ ത്രസിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പുസ്തക പരിചയത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക്, ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഋതുമർമരങ്ങൾ എന്ന ലാലേട്ടൻ്റെ മനോഹരമായിട്ടുള്ള ഈ പുസ്തകം നമ്മൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദിവസം തന്നെ ആണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനുള്ള സമയം എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് കടക്കാം ആ ഋതുമർമരങ്ങളുടെ അടുത്ത ഭാഗത്തിലേക്ക്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീ പത്മരാജൻ സാറുമായിട്ട് അദ്ദേഹം ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് അത് മുടങ്ങിപ്പോയതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അല്ലേ. അപ്പോൾ അത് പിന്നീട് ആ വഴി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ജേർണീസ്, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ യാത്രകൾ അദ്ദേഹം തുടരുകയാണ്. അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അദ്ദേഹം പുനരാരംഭിക്കുന്നത്. അതെ, ഇത്തവണ അദ്ദേഹം കടക്കുന്നത് എല്ലാ കലാകാരന്മാരുടെയും തറവാടായിട്ടുള്ള, എല്ലാ കലാകാരന്മാർക്കും വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്ന ശ്രീ മൂകാംബികാ ദേവിയുടെ ആ മടിത്തട്ടിലേക്കാണ് അദ്ദേഹം നടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൈതപ്രം ദാമോദരൻ തിരുമേനി, യേശുദാസ്, അങ്ങനെയുള്ള എത്രയോ മഹാരഥന്മാരുടെ കലാസബര്യയിൽ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹങ്ങൾ അവരൊക്കെ പാത്രീഭൂതരായിട്ടുണ്ട്. ഐതിഹ്യങ്ങളിൽ പോലും ദേവിയുടെ മഹിമകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആ മൂകാംബികാ ദേവിയുടെ ആ ദർശനം ലഭിക്കാനായിട്ട് മൂകാംബികയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴി തന്നെ അദ്ദേഹത്തിന് ആരൊക്കെയോ പറഞ്ഞ്, അവിടെയുള്ള പൂജാരിമാരൊക്കെ പറഞ്ഞിട്ട് കുടജാദ്രി പർവ്വതത്തെക്കുറിച്ചും അദ്ദേഹം കേട്ടറിയുകയാണ്. അങ്ങനെ കുടജാദ്രി പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂകാംബിക ദേവി ശരിക്കും അവിടെ ഇരിക്കുന്നത് നേരെ കുടജാദ്രി പർവ്വതത്തിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മുടെ ശബരിമല ക്ഷേത്രവും പൊന്നമ്പലമേടും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മൂകാംബികാ ദേവി ക്ഷേത്രവും ഈ കുടജാദ്രി മലയും ഇരിക്കുന്നത്. കുടജാദ്രി മലയിൽ ആദിശങ്കരൻ്റെ തപസ്സിന് മുൻപിൽ ആദ്യമായിട്ട് അവിടെ ചിത്രമൂല എന്ന ഗുഹയ്ക്ക് മുൻപിൽ ഉള്ളിലാണ് ദേവി പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു ആളുകൾ. ആ ദേവി അങ്ങോട്ട് ആ കുടജാദ്രി പർവ്വതത്തെ നോക്കിയിരിക്കുന്നു, ഒരു ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിൽ ദേവി വിരാജിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ പർവ്വതത്തിലേക്ക് കുടജം എന്ന ഔഷധ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഔഷധ സസ്യത്തിൻ്റെ ഒരു സാഗരമാണ് കുടജാദ്രി. അങ്ങനെയാണ് ആ പേര് സിദ്ധിച്ചതെന്ന് പറയുന്നു. വേറെയും ചില ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ആ കുടജാദ്രി പർവ്വതത്തിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ്. അതിൻ്റെ യാത്ര അനുഭവങ്ങളാണ് ഈ ഋതുഭേദങ്ങൾ എന്ന പുസ്തകത്തിൽ പിന്നീട് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് മൂകാംബിക ക്ഷേത്രവും ഈ കുടജാദ്രി മലയുമൊക്കെ. ഒരുപാട് തവണ അവിടെ പോകാനും അവിടെ ചെന്നിരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്ന രീതിയിൽ പറയട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെന്ന് കണ്ട് ഇരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ കുടജാദ്രി പർവ്വതവും മൂകാംബിക ക്ഷേത്രവും. അവിടുത്തെ ഒരു ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിൽ ഒരുപാട് നമുക്ക് ശാന്തതയും സ്വസ്ഥതയും അതേപോലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, അത് സ്പിരിച്വൽ ആയിക്കോട്ടെ മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു വഴികാട്ടിയാവുന്ന ഉത്തരങ്ങൾ പലർക്കും ലഭിച്ചതായിട്ട് വിശ്വാസമുണ്ട്. പലരുടെ ദർശനവും കൂടി അനുഭവം കൂടിയാണ്. അപ്പോൾ ഈ യാത്രയിലേക്ക് ലാലേട്ടൻ്റെ ഒപ്പം എത്തിച്ചേരുന്നത് ഒരു അവധൂതൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരാളും കൂടി അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദൻ സ്വാമി എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദൻ സ്വാമി അദ്ദേഹത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിച്ചു പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാം, ഏതോ ഒരു അവധൂത പാരമ്പര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സർവസംഘ പരിത്യാഗിയായിട്ട് പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ ദൈവീകതയും ആധ്യാത്മികതയും പേറിക്കൊണ്ട് ആരോടും ഒന്നും സംസാരിക്കാതെ മൗനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവധൂതൻ. അദ്ദേഹം ലാലേട്ടൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് എവിടേക്ക് എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെയാണ്. ഇത് ഇന്നത്തെ മൂകാംബിക അല്ല, 1980കളിലാണ്
ഏതാണ്ട് 30 വർഷം 40 വർഷത്തോളം മുൻപത്തെ കഥയാണിത്. അന്ന് ഇന്നത്തെ പോലെ റോഡോ അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് സ്വാമിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ കുടജാദ്രി സാനുക്കളിലൂടെ മഹാരഥന്മാർ നെഞ്ചിലേറ്റിയ മൂകാംബികാദേവിയുടെ ആധ്യാത്മിക അനുഭൂതികൾ അറിയാനായിട്ട്, ആ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് കടന്നു പോവുകയാണ്. നമുക്കും കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ ആ യാത്രയ്ക്കൊപ്പം കൂടാം അല്ലേ. അപ്പം അതിനു മുൻപ് ലാലേട്ടൻ അഭിനയിച്ച് അനശ്വരമാക്കിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ദേവീഗീതത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ മൂകാംബികേ. അപ്പൊ ഋതുമർമരങ്ങൾ യാത്ര. തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിലാണ് ഞാൻ കൊല്ലൂരിൽ ചെന്നിറങ്ങിയത്. കുന്നിറങ്ങി വരുന്ന കോടമഞ്ഞിൻ കൂട്ടങ്ങൾ കാടിന്റെ ശിഖരങ്ങളെ പൊതിഞ്ഞു നിന്നു. തണുപ്പിന്റെ കാഠിന്യത്തെ ഭക്തിയുടെ തീവ്രത കൊണ്ട് തോൽപ്പിച്ച് നാമോച്ചരണങ്ങളുമായി നടന്നു പോകുന്ന അപരിചിത തീർത്ഥാടകർ. എനിക്കവിടെ പരിചയങ്ങളോ സൗഹൃദങ്ങളോ ഇല്ലായിരുന്നു. ഞാൻ നേരെ സൗപർണികയിലേക്ക് നടന്നു. വിശുദ്ധമായ ആ തീർത്ഥത്തിൽ മുങ്ങി നിവർന്നപ്പോൾ ഒരു രാത്രിയുടെ ക്ഷീണം മുഴുവൻ കഴുകിപ്പോയി. കണ്ണുകളിൽ പുതിയൊരു സൂര്യോദയം, മനസ്സിൽ നിറയെ പ്രസരിപ്പ്. വലിയ തിരക്കില്ലാത്ത പ്രധാന വഴിയിലൂടെ നേരെ ക്ഷേത്രത്തിലേക്ക് കടന്നു. മൂകാംബിക ദേവിയുടെ മുന്നിൽ ഇമച്ചിമ്മി നിന്നപ്പോഴും എന്നിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു. വെറുതെ നിന്നു, അത്രമാത്രം. അന്നും ഇന്നും ദൈവത്തോട് ഞാൻ ഒന്നിനു വേണ്ടിയും അഭ്യർത്ഥിക്കാറില്ല. തരുന്നതെന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ക്ഷേത്രമുറ്റത്തു നിന്നാൽ അങ്ങ് ദൂരെ കുടജാദ്രിയുടെ കൊടുമുടി കാണാം. അവിടെ എവിടെയോ ആണ് ശങ്കരപീഠം. അതെ, ആദിശങ്കരന് ജ്ഞാനം തെളിഞ്ഞ ഗിരിമകുടം. എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വഴിയറിയില്ല, വഴികാട്ടികളുമില്ല. ഇന്നത്തെ പോലെ ജീപ്പ് സർവീസുകളുമില്ലായിരുന്നു. 10 മണിയോടെ ഞങ്ങൾ കുടജാദ്രിയിലേക്കുള്ള യാത്ര തുടങ്ങി. ചന്തുക്കുട്ടി സ്വാമി മുന്നിൽ, തൊട്ടുപുറകിൽ ഞാൻ. ചന്ദൻ സ്വാമി എന്നല്ല, ചന്തുക്കുട്ടി സ്വാമി എന്നാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഒന്ന് തിരുത്തുകയാണ്. അപ്പോൾ ചന്തുക്കുട്ടി സ്വാമിയോടൊപ്പം അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴികൾ, ഈ കാട്ടിൽ അധികമാരും കാണാത്ത തീർത്ഥങ്ങളുണ്ട്, ഗുഹകളുണ്ട്, ഔഷധികളും അരുവികളുമുണ്ട്. അവയൊക്കെ കാണിച്ചു തരാമെന്ന് സ്വാമി പറഞ്ഞു. വലതുമുഷ്ടിയിൽ ഇറുക്കിപ്പിടിച്ച നീണ്ട ഒറ്റവടിയിലൂന്നി വള്ളിപ്പടർപ്പുകളെ വകഞ്ഞുമാറ്റി വഴിയുണ്ടാക്കി ഉറച്ച കാലുകൾ നീട്ടിവെച്ച് ആ കുറിയ മനുഷ്യൻ കുതിച്ചു കയറിപ്പോയി. ഒരിക്കലും അദ്ദേഹത്തിനോടൊപ്പം നടന്നെത്താൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ കിതപ്പ് കണ്ടറിഞ്ഞ അദ്ദേഹം പിന്നീട് നടത്തിന്റെ വേഗത കുറച്ചു. പാവം നാഗരികൻ എന്ന മട്ടിൽ. കാടിന്റെ കാന്തിയും ശ്രുതിശുദ്ധിയും അത് നൽകുന്ന ഉണർവും ആശ്വാസവും ആദ്യമായി ഞാൻ അനുഭവിച്ചത് അപ്പോഴായിരുന്നു. ഭാരങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അപൂർവമായ ഒരു ലയം എനിക്ക് അനുഭവപ്പെട്ടു.
കാടിൻ്റെ ഗന്ധങ്ങളുമായും നിറങ്ങളുമായും നാദങ്ങളുമായും ആത്മാവ് കൊണ്ട് ഒരു സമരസപ്പെടൽ. മനസ്സ് ഏകാന്തവും ഏകാഗ്രവുമായി. മഹർഷിമാരും മനീഷികളും തപസ്സിനും സൃഷ്ടിക്കും ആരണ്യകങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. അപ്പോൾ സ്വാമി പറയും, പോന്നോളൂ. പിന്നെയും അദ്ദേഹത്തിന്റെ ഉറച്ച കാൽപ്പാടുകളിൽ നോക്കിയായിരുന്നു യാത്ര. സ്വാമി രാമയുടെ പ്രശസ്തമായ ലിവിംഗ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ്, അത് വായിച്ചിട്ട് ഞാൻ വിസ്മയിച്ചിട്ടുണ്ട്. ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്, സ്വാമി രാമ, അദ്ദേഹം വലിയൊരു ഇന്ത്യൻ യോഗിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ്. നമുക്ക് വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് അപഗ്രഥിക്കാം. അപ്പോൾ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് അത് വായിച്ച അദ്ദേഹം ഒരുപാട് വിസ്മയിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. ഒടുവിൽ ഒരുപാട് കാര്യങ്ങൾ തർക്കിക്കാനും തോന്നിയിട്ടുണ്ട്, അവിശ്വസനീയതയും തോന്നിയിട്ടുണ്ട്. ഒടുവിൽ മനസ്സ് ചോദിച്ചു, ഈ സർവസംഘ പരിത്യാഗികൾക്ക് എന്തിന് കളവ് പറയേണ്ട ആവശ്യം? ഈ സർവസംഘ പരിത്യാഗികൾ എന്തിന് കളവ് പറയണം? എന്ത് നേടാനായി? ഭൗതിക ജീവിതത്തിൽ ആർത്തിയും നിക്ഷിപ്ത താല്പര്യവും ഉള്ളവർക്ക് മാത്രം ഉപയോഗമുള്ള ഒരു വസ്തുവാണ് കളവ്. ചന്തുക്കുട്ടി സ്വാമിയെ പോലുള്ളവർക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചന്തുക്കുട്ടി സ്വാമി എന്ന ഒരാളെ അദ്ദേഹം കാണുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാർത്ഥമായിട്ട് ആധ്യാത്മികതയെ അന്വേഷിച്ചു പോയ ഋഷിവര്യന്മാരെ മുഴുവൻ പ്രതികരിച്ചുകൊണ്ടാണ്. അതെ, എത്രയോ കാലങ്ങളായിട്ട്, യുഗങ്ങളായിട്ട് ആരെയും ഒന്നും അറിയിക്കാതെ സ്വന്തം അന്തരംഗത്തെയും പ്രകൃതിയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ദൈവീകതയെ സാക്ഷാത്കരിച്ചുകൊണ്ട് മഹാമൗനത്തിലേറിക്കൊണ്ട് നടന്നു നീക്കിയിരിക്കുന്നു എത്രയോ യോഗിവര്യന്മാർ. അതെ, ആ സൗപർണികാമൃതത്തിൽ അതിലെ വരികൾക്ക് തീർത്ഥം അന്വർത്ഥമാകുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ അന്വർത്ഥമാകുന്ന അനുഭൂതിയിലൂടെയാണ് ലാലേട്ടൻ ഇപ്പൊ കടന്നു പോകുന്നത്, അല്ലേ? ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി, ഗഗനം മഹാമൗന ഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി, ഗഗനം മഹാമൗന ഗേഹമായി. കാലസ്വരൂപിണി കാവ്യവിനോദിനി ദേവി ഭുവനേശ്വരി. സ്വരതലം പൊഴിയുമീ മൺവീണയിൽ കാലസ്വരമായി ഉണരേണം നീ താരാപഥങ്ങളിൽ നിറയേണം. അതെ, ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി, ഗഗനം മഹാമൗന ഗേഹമായി. ആ മഹാമൗനത്തിൻ്റെ ആത്മീയതയുടെ ആ ആനന്ദം തുളുമ്പുന്ന അനുഭൂതികളുമായി ലാലേട്ടൻ്റെ യാത്ര തുടരുകയാണ്. ഇത് കൂടുതൽ ഞാൻ വായിച്ച് നിങ്ങളെ ആ ഒരു സ്പോയിലർ അലേർട്ട് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഭംഗി ഞാൻ കെടുത്തുന്നില്ല. ഇത്രയും വലിയ നടനത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങൾ കയറിയ ആളുടെ ഉള്ളിലെ ഏറ്റവും പച്ചയായ മനുഷ്യൻ, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അമ്മ വിളമ്പിത്തരുന്ന ആ ഭക്ഷണത്തിൻ്റെ രുചിയും അതെല്ലാം നാവിൽ തുളുമ്പിക്കൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അന്ന് കുടജാദ്രിയിൽ നിന്ന് കഴിച്ച ആ ഇല്ലത്തുനിന്ന് കഴിച്ച, അല്ലെങ്കിൽ ആ മഠത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച്. അതെ, ബാംഗ്ലൂരിലും എറണാകുളത്തും ഹോട്ടലുകൾ തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞ വിവിധ ദേശങ്ങളിലെ രുചികൾ അവിടെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുടജാദ്രിയിലെ അന്നത്തെ ആ കുത്തരിച്ചോറിൻ്റെയും കടുമാങ്ങയുടെയും രുചി എനിക്കൊരിക്കലും പുനഃസൃഷ്ടിക്കാനായിട്ടില്ല. പാചകത്തിലും രുചിയിലും മനസ്സും ചുറ്റുപാടുകളും കാലാവസ്ഥയും എല്ലാം കലർന്നു കിടക്കുന്നു. ആ അത്താഴമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ അത്താഴം. ഇനി എന്നാണ് എനിക്കത് വീണ്ടും അനുഭവിക്കാൻ കഴിയുക അറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ വരികളിലൂടെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആധ്യാത്മികതയും യാത്രയും സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു രചന നടത്തിയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകാൻ നേരം ചന്തുക്കുട്ടി സ്വാമി യാത്രയൊന്നും പറഞ്ഞില്ല എന്നാണ് പറയണേ. പിന്നെ കാണാമെന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ശരി, അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. അതെ, ഇത് ഈ പുസ്തകത്തിൽ ഏറ്റവും
കൂടുതൽ പേജസ് ഉള്ള ഭാഗമാണ് യാത്ര എന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ യാത്രകൾ വീണ്ടും തുടരുകയാണ് അല്ലേ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, അതിനെ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്ക് അപഗ്രഥിക്കുക അല്ലെങ്കിൽ ഒന്ന് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഋതുമർമ്മരങ്ങൾ. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ എല്ലാവരുടെയും നടന വിസ്മയമായിട്ടുള്ള ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ലാലേട്ടന് വീണ്ടും വീണ്ടും 1000 ആശംസകൾ അർപ്പിക്കുന്നു. ഒരുപാട് കാലം ഇനിയും നമ്മളെല്ലാവരെയും അദ്ദേഹം, ആ മനുഷ്യൻ അത്ഭുതപ്പെടുത്തട്ടെ അല്ലേ. അതെ, വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ ആശംസകൾ ലാലേട്ടാ.